ബിക്കോസ് ബോർഡ് എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം ആഗ്രഹം ഒരു ഡ്രീം ക്യാമ്പസിൽ എത്തുക എന്നുള്ളതാണ് അല്ലേ. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് +1 +2 ബോർഡ് എക്സാം പഠിക്കണം. അതുകൂടെ തന്നെ ഈ ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നമുക്ക് ഈ എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുകയും വേണം. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ സൈലം തന്നെ നെക്സ്റ്റ് എക്സാം. അപ്പം നിങ്ങളെല്ലാം കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ അടുത്ത നെക്സ്റ്റ് എക്സാം ഇതാ നാളെ മാർച്ച് 14-ാം തീയതി രാവിലെ 10 മണി മുതൽ 11:30 വരെയാണ് നടക്കുന്നത്. നിങ്ങളുടെ വീടിന് അടുത്തുള്ള സെന്റേഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കാരണം കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളായിട്ടും നമ്മൾ സെന്റേഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ മറന്നിട്ടുണ്ട്, പക്ഷെ നാളെ എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. അപ്പം നാളെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്തായാലും നിങ്ങളുടെ ID പ്രൂഫും ഹാൾ ടിക്കറ്റുമായിട്ട് വേണം വരാനായിട്ട്. അപ്പം സെന്റേഴ്സ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പം ആലപ്പുഴയിൽ നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്. ആലപ്പുഴ ഹൈബ്രിഡ് സെന്റർ, അതുപോലെ തന്നെ അമൃത വിദ്യാലയം ആലപ്പുഴ. എറണാകുളത്തേക്ക് വരുമ്പം 7 സെന്റേഴ്സ് നമുക്കുണ്ട്. അമൃത വിദ്യാലയം കൊച്ചി, അമൃത വിദ്യാലയം പെരുമ്പാവൂർ, മാർത്തോമ പബ്ലിക് സ്കൂൾ കാക്കനാട്, നജത് പബ്ലിക് സ്കൂൾ എറണാകുളം, കൊച്ചിയിലുള്ള സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ, കാലടിയുള്ള ശ്രീ ശാരദ വിദ്യാലയം മറ്റൂർ, അതുപോലെ തന്നെ കച്ചേരിപ്പടിയുള്ള നമ്മുടെ സൈലം സെന്റർ. ഇനി ഇടുക്കിയിലേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിൽ ഓക്സിലിയം സ്കൂൾ കട്ടപ്പനയുണ്ട്. കണ്ണൂരിലേക്ക് വരുമ്പോൾ നമുക്ക് 2 സെന്റേഴ്സ് ഉണ്ട്. കണ്ണൂരുള്ള സൈലം ഹൈബ്രിഡ് ക്യാമ്പസും അതുപോലെ തന്നെ തലശ്ശേരിയുള്ള സൈലത്തിന്റെ ട്യൂഷൻ സെന്ററുമാണ്. കാസർഗോഡ് നമുക്ക് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണുള്ളത്. അതുപോലെ തന്നെ കൊല്ലത്തേക്ക് വരുമ്പോൾ 3 സെന്റേഴ്സ് ഉണ്ട്. കരുനാഗപ്പള്ളി അമൃത വിദ്യാലയം പുതിയകാവ്, അതുപോലെ കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കരിക്കോട് TKM സെൻട്രറി പബ്ലിക് സ്കൂൾ. കോട്ടയത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സെന്റർ ആണുള്ളത്, ഗിരിദീപം ബെഥനി സെൻട്രൽ സ്കൂളാണ്. ഇനി കോഴിക്കോടേക്ക് വരുമ്പോഴോ താമരശ്ശേരി ഹിൽവ്യൂ ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നമ്മുടെ സൈലത്തിന്റെ ഫ്യൂച്ചർ ക്യാമ്പസ് ഉണ്ട്. വെള്ളിപ്പറമ്പ് സദ്ഭാവന വേൾഡ് സ്കൂൾ ഉണ്ട്. പിന്നെ ഗോവിന്ദപുരം നമ്മുടെ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ ഉണ്ട്. പെരുമണ്ണയിലേക്ക് വരുമ്പോൾ വൈറ്റ് സ്കൂൾ ഉണ്ട്. അപ്പം ഇത്രയുമാണ്. പിന്നെ കോഴിക്കോട് വടകരയും നമ്മുടെ സൈലത്തിന്റെ ലേണിംഗ് സെന്ററിലും നമ്മുടെ സെന്റർ ആയിട്ട് വരുന്നതാണ്. സോ ഇത്രയുമാണ് കോഴിക്കോട് ജില്ലയിലെ സെന്റേഴ്സ് വരുന്നത്. ഇനി മലപ്പുറത്തേക്ക് വരുമ്പോൾ മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂൾ, കൊണ്ടോട്ടി ഫേസ് മർക്കസ് ഇന്റർനാഷണൽ സ്കൂള്, അതുപോലെ തന്നെ സൈലം സെന്റർ കോട്ടയ്ക്കൽ വരുന്നുണ്ട്. പിന്നെ പെരിന്തൽമണ്ണ നമ്മുടെ സൈലത്തിന്റെ സെന്റർ. പാലക്കാടിലേക്ക് വരുമ്പോൾ നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്, വ്യാസ വിദ്യാപീഠം പെരിയാരി, അതുപോലെ തന്നെ സൈലത്തിന്റെ ട്യൂഷൻ സെന്റർ പാലക്കാടുള്ളത്. പത്തനംതിട്ട നമ്മുടെ കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വരുന്നത്. തൃശ്ശൂരിലേക്ക് വരുമ്പം അയ്യന്തോളുള്ള അമൃത വിദ്യാലയം, അതുപോലെ തന്നെ മാളയിലുള്ള ഹോളി ഗ്രേസ് അക്കാദമി, ചിറ്റിലപ്പള്ളിയിൽ IAS പബ്ലിക് സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ശക്തൻ ഹൈബ്രിഡ് ക്യാമ്പസ് നമ്മുടെ സൈലം ക്യാമ്പസ്, അതുപോലെ തന്നെ സെന്റ് വിൻസെന്റ് പള്ളുട്ടി സെൻട്രൽ സ്കൂൾ, പിന്നെ വിജയഗിരി പബ്ലിക് സ്കൂൾ അഷ്ടമിച്ചിറ. ട്രിവാൻഡ്രത്തേക്ക് വരുമ്പം നമുക്ക് നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ CBC സ്കൂൾ ഉണ്ട്. അതുപോലെ ആക്കുളത്ത് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ സെൻട്രൽ പബ്ലിക് സ്കൂൾ, അതുപോലെ വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയം ഉണ്ട്. പിന്നെയോ ആറ്റിങ്ങലിൽ വരുമ്പം ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ. വയനാട് നമുക്കുള്ളത് സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റയാണുള്ളത്. ഇത്രയാണ് നമ്മുടെ വിവിധ ജില്ലകളിലായിട്ട് നെക്സ്റ്റ് എക്സാം നടത്തുന്ന സെന്റേഴ്സ്. അപ്പം നിങ്ങൾ എല്ലാവരും പഠിച്ച് പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നീറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. JEE എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നാണ്. അപ്പം നിങ്ങളിപ്പോൾ ബോർഡ് എക്സാമിന് തന്നെ പ്രിപ്പയർ ചെയ്ത് കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.